ദൈവത്തിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടട്ടെ. 38-ാം സങ്കീർത്തനം 5 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ സത്യയോടെ വായിച്ച്. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ചു അത്യന്തം തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ പാപത്തിൻ്റെ 3 പര്യായ പദങ്ങൾ കാണാം. ഏതൊക്കെയാന്ന് നോക്കി. 38-ന്റെ 3 വായിച്ച്. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. 1 എന്റെ പാപം. അടുത്തത് എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. 1 പാപം, 2 അകൃത്യങ്ങൾ. 5-ാമത്തെ വാക്യം. എന്റെ ഭോഷത്വം ഹേതുവായി ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാപത്തിന്റെ മറ്റു പേരുകൾ മാത്രമാണത്. അത് പാപതൃത്വം എന്ന് വേണമെങ്കിൽ പറയാം. പാപം, അകൃത്യം, ഭോഷത്വം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആദ്യം വരുത്തിയ കാര്യം എന്താണ്? 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സത്യമാണ് നിങ്ങൾക്കറിയാമോ? ഭോഷത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ടത്തരം, ബുദ്ധിയില്ലായ്മ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ, എന്താ ഞാനതങ്ങനെ ചെയ്തു പോയത്? എനച്ചാൻ പലപ്പോഴും അത് അങ്ങനെ തന്നെ എടുത്ത് പറയാറുണ്ട്. എനിക്ക് എന്താ അങ്ങനെ അങ്ങ് തോന്നിയത്? എൻ്റെ കുടുംബത്തെ മുഴുവൻ തകർക്കുന്ന ഗുരുതരമായ ഒരു കാര്യമാണ് എന്ന് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ സുബോധം നഷ്ടപ്പെട്ടു പോയത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പലർക്കും അറിഞ്ഞുകൂടെ എന്നാ ഞാനത് ചെയ്യാൻ കാരണം. നിങ്ങൾ വായിച്ചു കാണും, ഒരു മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും കൂടെ ഉള്ളതായ ഒരു സ്ഥലത്ത് ഡോക്ടേഴ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. കുട്ടികളെല്ലാം കൂടെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കളിക്കാനായിട്ട് ഇറങ്ങി. ഏതോ കാര്യത്തിന് തർക്കമുണ്ടായി. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നടന്ന കാര്യമാണ്. ഞെട്ടലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. ഒരു കൊച്ചനായിട്ട് ആ ചുറ്റും ക്വാർട്ടേഴ്സാണ്, ഡോക്ടേഴ്സ് താമസിക്കുന്ന അവരുടെ പിള്ളേരാണ്. ആ ഗ്രൗണ്ടിൽ 13 വയസ്സുള്ള ഒരു കൊച്ചിനെ ഓടിച്ചെന്ന് അടുക്കളയുടെ അടുത്തുള്ളതായ ഒരു തടിയലമാരുടെ താഴെ ഇരിക്കുന്നതായ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് 3 വയസ്സും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രായമുള്ളതായിരിക്കുന്ന ഒരാളെ കുത്തിക്കൊന്നു. ആ മൂത്ത കളിക്കൂട്ടുകാരൻ അവിടെ മരിച്ചു വീണു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാതാപിതാക്കന്മാർ, എൻ്റെ പൊന്നു കൊച്ചെന്നി, എനിക്കറിയാൻ പാടില്ല ഞാൻ ആ മണ്ടത്തരം കാണിച്ച് എന്തിനാന്ന്. എനിക്ക് അന്നേരം അങ്ങനെ തോന്നി. ദൈവത്തിന് സ്തോത്രം. അതിനോട് ചേർത്ത് അന്ന് ഞാൻ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക്. ജഡ്ജി എന്തെന്നാ വിധിച്ചതെന്നറിയാമോ? ഞങ്ങൾ പഠിച്ചിരിക്കുന്ന നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഈ കൊച്ചനെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എൻ്റെ മനസാക്ഷി പറയുന്നത് ഈ കൊച്ചനല്ല ശിക്ഷിക്കേണ്ടത്, അതിനെ വളർത്തിയ അപ്പനെയും അമ്മയെയാണ്. 13-ാമത്തെ വയസ്സിൽ കത്തിയെടുത്ത് കുത്താൻ തക്കവണ്ണം അവൻ്റെ ഹൃദയത്തെ വാർത്തെടുത്തത് പെറ്റ തള്ളയും ജന്മം കൊടുത്ത അപ്പനുമല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത്? പഠിപ്പിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന ഈ വ്യഗ്രത, പാപത്തിൻ്റെ മേലുള്ള ജയത്തിൻ്റെ കാര്യത്തിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അധ്വാനിച്ച് ഫീസ് കൊടുക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന ഈ കുട്ടികളെ നരകത്തിൻ്റെ ചീട്ട് മേടിച്ചാണ് വളർത്തുന്നുള്ളതായ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകളിച്ചിരി മൂർച്ച കൂടിയതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനേക യുവാക്കന്മാരുടെ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അല്പം തീ തിന്നുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം ഒരു തള്ള പറഞ്ഞത്, സാറേ, ഇനി ഒരു സ്റ്റൂളിനും ഒരു കസേരയ്ക്കും കാലില്ല. അപ്പൻ്റെ അമ്മയെ തള്ളി വീഴിക്കാൻ ചെന്നപ്പോൾ ഞാൻ തടുത്തു. അവൻ ആ വാശി കൊണ്ട് ചെന്ന് മുൻവശത്തെ വാതിലൊരൊറ്റ ചവിട്ടിയിട്ട് അത് പൊളിഞ്ഞു പോയി. സാറേ, ഞാൻ എന്നാ ചെയ്യണേ? വീട്ടിൽ വന്ന് ചോദിക്കുന്ന കാര്യം പറയണേ. ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ, പക്ഷേ അവനിന്ന് കർത്താവിൻ്റെ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കണം. ഞാൻ ഒരു ഉപദേശ രൂപേണ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. റിച്ചാർഡ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം, പാപത്തിൻ്റെ ജീർണത ഏറ്റവും നാറുന്ന കുഷ്ഠരോഗത്തേക്കാൾ ഭയാനകമാണ് എന്ന്. ഏറ്റവും ചീഞ്ഞു നാറി അഴുകുന്ന കുഷ്ഠരോഗത്തേക്കാൾ ഭയാനകമാണ് പാപം ആത്മാവിലും ശരീരത്തിലും മനസ്സിലും വരുത്തി വയ്ക്കുന്നതായ ചീഞ്ഞ മണം, ദുർഗന്ധം. ദൈവമക്കളെ, കുഷ്ഠമുള്ളവരാരെങ്കിലും വന്നിട്ടുണ്ടോ? പാപകുഷ്ഠം. ദൈവത്തിന് സ്തോത്രം. ചെളി പറ്റിയവർ, അണിച്ചാൻ പറയില്ലേ, ടാറിൽ വീണവർ, കീല് പറ്റിയവർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളെവിടെ ഓടി വന്നിരിക്കുന്നത്? ഏത് കുഷ്ഠത്തെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതായ കുഞ്ഞാടിൻ്റെ തങ്കച്ചോര ചങ്ക് പൊട്ടി ഒഴുകുന്ന ക്രൂശിൻ ചൂട്ടിലാണ്. പാപികളെല്ലാം ഇന്ന് അങ്ങോട്ട് വന്നോ? ഹല്ലേലൂയ. രക്താംബര ഹിമം പോലെ വെളുക്കട്ടെ. രക്താംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെയോ പോത്തിനെയോ കൊന്നിട്ട് അതിൻ്റെ ആ കറുത്ത് ചുവന്നതായ ആ രക്തത്തിൽ ഒരു വെളുത്ത മുണ്ട് മുക്കി പൊക്കി പിടിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? അതുപോലെ ഭയാനകമാണ് എൻ്റെ പാപത്തിൻ്റെ ആഴമെന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ? ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, അതുമായിട്ട് ക്രൂശിൻ ചുവട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം പറയണമെങ്കിൽ ദയവ് ചെയ്ത് യോഹന്നാൻ പറഞ്ഞിട്ടില്ല, നേരിട്ട് ആ വ്യക്തിയോട് എന്ന് പറ. ആർജവത്വമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അവിടെ ഇവിടെയും പോയി പറഞ്ഞു നടക്കുകയല്ല. വ്യക്തമായ ബോധ്യം നേരിട്ട് കണ്ടും അനുഭവിച്ചുമില്ലാതെ കേട്ടുകേൾവി കൊണ്ട് ആരുടെയും കുറ്റം പറഞ്ഞ് വിധിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്ക് നാശം വരുത്താനായിട്ട് ഇടവരരുത്. സ്വയം എന്ന് പറയുന്ന പൈശാചികമായിരിക്കുന്നതായ ആ തൻ്റെ ഇടത്തെ ഒന്ന് വെട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രകടമായിരിക്കുന്നതായ മദ്യപാനത്തിലേക്ക്, വേശ്യാവൃത്തിയിലേക്ക് നിങ്ങൾ പോകുമെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് കേട്ടേച്ച് പോയാൽ പോരാ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാലൊരു കഴുകൾ പ്രാപിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മോചനം പ്രാപിക്കാത്ത, കഴുകൾ പ്രാപിക്കാത്ത ഒരു പാപവും വെച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഏത് പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും സ്വർഗത്തിൽ ചെല്ലാൻ ഒക്കുകയില്ല. എന്തുമാത്രം കരഞ്ഞാലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ നേരെയുള്ളതായിരിക്കുന്ന വിരൽ മുഴുവനോടും അവനവൻ്റെ നേരെ ഒന്ന് തിരിക്കുക. അവനവൻ്റെ കണ്ണിലെ കോലൊന്നെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് ശരിയായിട്ട് കാണാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നിർത്തിക്കൊള്ളണം. ബാക്കിയുള്ളവരുടേതായിരിക്കുന്ന നേരെയുള്ള വിരൽ ചൂണ്ടിൽ നിർത്തിയിട്ട് അവനവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ഒന്ന് കരയാൻ പഠിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ചീഞ്ഞ് നാറുന്നതായ ആളത്വത്തെ വിശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയുടെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് കഴുകൾ പ്രാപിക്കേണ്ടത് നിങ്ങൾ തന്നെത്താൻ ചോദിച്ച ക്രൂശിൻ ചോട്ടിലേക്ക് എന്നിട്ട് ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നാണെന്നറിയാമോ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എത്ര പാപമെന്ന് പറഞ്ഞേ? ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ആ രക്തമല്ല ഇവിടെ ഗുണകരമായി സംസാരിക്കുന്നേ. എന്നെ നിങ്ങൾ മാറ്റി നിർത്ത്. എന്നേക്കാൾ നല്ലവർ എൻ്റെ മുമ്പിൽ ഇരിക്കട്ടെ. പക്ഷെ എനിക്കും വേണ്ട മോചനം. പക്ഷെ എനിക്ക് 100 വട്ടം ഉറപ്പാണ്. ഒരു പാവപ്പെട്ട മാത്തുക്കുട്ടി എന്ന് പറയുന്നൊരു ദൈവദാസൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ തികഞ്ഞ 100 വട്ടം പച്ച യാഥാർത്ഥ്യമാണ് തിരുരക്തം വാർന്നൊലിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. അവിടെ നിന്ന് ഒഴുകുന്ന, ചങ്ക് പൊട്ടി ഒഴുകുന്ന, വാർന്നൊലിക്കുന്ന ആ തങ്കച്ചോരയുടെ സുഗന്ധം മണത്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. 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 ദൈവമക്കളെ, അതാണ് പ്രാഗൽഭ്യം. എൻ്റെ വിശുദ്ധിയുടേതായ പ്രാഗൽഭ്യമല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ വ്യാപാര ശേഷി. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഒരേ ഒരു കൊതി സമ്പൂർണ്ണ വിശുദ്ധിയുടെ സുഗന്ധം പേറിക്കൊണ്ട് നടക്കണം. പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ മീ. എല്ലാവരും കേട്ടെ, പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ മീ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മണമുണ്ട്. എന്തിൻ്റെ മണമാണ്? വിശുദ്ധിയിൽ ഭയങ്കരനായ യേശുവിൻ്റെ മണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മണമുള്ള ക്രിസ്ത്യാനികൾ.
2 Korinത്യർ എഴുതി 2 Korinത്യർ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. എനിക്കങ്ങ് ഉച്ചത്തിൽ ആർത്തുപാടി ഹല്ലേലൂയ പറയാൻ തോന്നുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കുന്നവരുടെ ഇടയിൽ എളുപ്പമാണ്, കൂട്ടായ്മക്കാരുടെ ഇടയിൽ അല്ല, ദൂഷിക്കുകയാണ്, ചീത്ത പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായി ദൂഷിക്കുന്നു, കുടുംബമായി വിമർശിക്കുന്നു, ആ കൂട്ടായ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് സ്തോത്രം. കുറ്റം പറയുന്ന നാശത്തിലേക്കാ. അവരുടെ ഇടയിലും ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അവരുടെ കുടുംബജീവിതം സമാധാനമാണ്. ഒരു തെറ്റിന് അവരെ കിട്ടുകയില്ല. ഒരു കള്ളക്കണക്ക് എഴുതാനോ കൈക്കൂലി മേടിക്കാനോ അവിടെ കിട്ടുകയില്ല. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. അതാണ് ഈ സൗരഭ്യവാസന. ഒരു മണമുണ്ട്. ആരുടെ മണമാണ്? ക്രിസ്തുവിന്റെ മണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കണ്ടേ ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നായ ജോൺ എഫ് കെന്നഡി ഇല്ലേ, കെന്നഡി ഒരു സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു പെർഫ്യൂം കമ്പനി, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അറിയാൻ നമ്മൾ ഈ സ്പ്രേ അടിക്കില്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ, അതുണ്ടാക്കുന്ന കമ്പനിയിലായിരുന്നു ജോലി. നാളുകൾക്ക് മുമ്പല്ലേ. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് നടന്നാണ്. അപ്പോൾ ആ റോഡ് സൈഡിലായ പാവപ്പെട്ട അനേകരുടെ ചെറിയ ചെറിയ വീടുകളുണ്ട്. അദ്ദേഹം 8 മണിക്കൂർ ഈ സുഗന്ധം ഉണ്ടാക്കുന്നതായ പെർഫ്യൂം കമ്പനിയിൽ ജോലി നോക്കിച്ച് പോയി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മേത്തും കുപ്പായത്തിലൊക്കെ മുഴുവൻ ഈ മണമാണ്. ഒരുമാതിരി നടന്നു പോകുമ്പോൾ എല്ലായിടത്തും ഈ മണം കിട്ടും. ഞാൻ വായിച്ച കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന. അതിങ്ങനെ പോകുമ്പോൾ കേട്ടോ, അയ്യോ മണി 6 കെന്നഡി പോയി തുടങ്ങിയില്ല. കെന്നഡി പോകണമെന്ന് കണ്ടില്ല, പറമ്പിൽ എവിടെയെങ്കിലും മണിയാ. ദൈവത്തിൻ്റെ സ്തോത്രം. മണി 6 കെന്നഡി പോയി തുടങ്ങിയല്ലോ. എന്നെ പറയാൻ കാരണം കെന്നഡിയെ കണ്ടില്ല, പിന്നെ എന്തുണ്ട്? സുഗന്ധമുണ്ട്. ഓരോ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ സുഗന്ധം. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാമോ ദൈവമക്കളെ? എനിക്ക് പറഞ്ഞാൽ തീരണില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമായി നമ്മുടെ കൂട്ടായ്മ സ്വർഗം കണ്ടൊന്ന് സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മഗ്ദലക്കാരി മറിയോട് പറഞ്ഞു, യു ആർ ഓൾ റോങ്. ദൈവത്തിന് സ്തോത്രം. മഗ്ദലക്കാരി മറിയ വേശ്യാവൃത്തിക്കാരിയൊന്നുമല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നൊന്നുമല്ല പറയുന്നത്. യു ആർ ഓൾ റോങ്. നീ മുഴുവൻ തെറ്റാണ്, കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇപ്പോൾ സമാധാനത്തിൽ പോയിക്കൊള്ളുക. ഞാൻ നിന്നെ അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു. ബട്ട് സിൻ നോ മോർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മേലാൽ പാപം ചെയ്യരുത് തീരുമാനിച്ചു നിങ്ങൾ. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കട്ടെ, വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിങ്ങൾക്ക് ഇന്ന് എഴുന്നേക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി മേലാൽ അശുദ്ധിയും കുഷ്ഠവും പാപരോഗത്തിന്റെ ദുർഗന്ധവും പേറുന്ന ഒരു വ്യക്തിയായിട്ടല്ല, സ്നേഹത്തിന്റെ സുഗന്ധം, വിനയത്തിന്റെ സുഖം, ഓരോ വാക്കിലും ദൈവത്തിന്റെ കൃപയുടെ മധുരം. ഹല്ലേലൂയ. ഓരോ നോക്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ പകരമുള്ളതായിരിക്കുന്ന കണ്ണുകൾ, ഓരോ സംസാരത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ ഒന്നും അടിയങ്ങൾ പറയുന്നില്ലല്ലോ ദൈവമക്കളെ. കർത്താവായ യേശുക്രിസ്തു ആയിരുന്നുവെങ്കിൽ എങ്ങനെ ഞാൻ പെരുമാറും, എങ്ങനെ ഞാൻ പ്രവർത്തിക്കും, എങ്ങനെ ഞാൻ സംസാരിക്കും? ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ മണമുള്ള ദൈവമക്കളായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, അടുത്ത കാര്യം എന്താ? ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുനിഞ്ഞ് എപ്പോഴും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പാവം വരുന്നൊരു കാര്യമാണ്. ദാവീദ് നല്ല തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ രാജ്യഭാരമെല്ലാം കരുത്തോടെ നിവർത്തിച്ച് ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന സമയത്താണ് നാഥാൻ പ്രവാചകൻ ചെല്ലുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ വെളിച്ചം വചനത്തിൽ കൂടി വ്യക്തിപരമായ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന സകല പാപങ്ങളെയും കാണിച്ചു കൊടുത്തു. കുനിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഇടവും സുഖവും രസവും എല്ലാം പോയി. ഹല്ലേലൂയ. പാപത്തിൻ്റെ അപമാന ഭാരം
ദൈവത്തിന് സ്തോത്രം. കേടുവന്ന മനസാക്ഷി ദൈവമക്കളെ ജീവിതത്തിൽ അതിവിടെ എല്ലാ ഭാരവും കർത്താവ് അങ്ങ് ഏറ്റെടുക്കും. കുഷ്ഠത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ചീഞ്ഞു നാറുന്നത് സുഗന്ധമായി മാറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൂനി നടക്കുക, പറ്റണില്ല മുഖത്ത് നോക്കാൻ. സാറേ, ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ പോയിട്ട് ഒരു കൊച്ചൻ കല്യാണത്തിന് ആൾ കൂടുമ്പോഴൊന്നും പോവില്ല. കാരണം ഒരു മാല മോഷ്ടിച്ച കാര്യത്തിൽ ഞാൻ പിടിക്കപ്പെട്ടു. വേണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപമാന ഭാരത്താൽ ആളുകളുടെ മുഖത്ത് നോക്കാനോ പുറത്ത് ഇറങ്ങാനോ എനിക്ക് ലജ്ജയാണ് സാർ. സത്യമല്ലേ ദൈവമക്കളെ? പരസ്യമായി പോയില്ലേ? എല്ലാം മുഴുവൻ തിരുത്തി. പക്ഷേ സാറേ പറയണ എന്നാന്നറിയാം, സൂക്ഷിച്ചോളോട്ട് അവൻ വന്നു തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ ആയിരിക്കരുത്. ഏത് പ്രായത്തിലും ഏത് രഹസ്യമായിരിക്കുന്ന സ്ഥലത്തും ഏത് പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നിച്ചു പോയാലും ഒന്നിനും തെറ്റുപറ്റുകയില്ല എന്നുള്ളതായ ഉൾപ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. പൊത്തിഫേറിന്റെ ഭവനത്തിൽ യോസേഫ് നിന്നതുപോലെ കൂനണ്ട, നിവർന്ന് നടക്കാം, വ്യക്തമായിട്ട് ചോദിക്കാം, തെളിയിക്ക്. നിങ്ങളിതൊക്കെ പറഞ്ഞില്ലേ, തെളിയിക്ക്. പണത്തിൻ്റെ കാര്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവനാമം മാത്രം മഹത്വപരമാകട്ടെ. സകല കാര്യങ്ങളിൽ ഒന്ന് നിവർന്ന് നടക്കണ്ടേ ദൈവമക്കളെ? എല്ലാ തിന്മയും കേട്ടോളണം. കളവായി പറയുന്നവരായിരിക്കും. എന്നെ യേശരുത്, എന്തും പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. പല കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തേക്ക് വരുന്നുണ്ട്, പല കാര്യങ്ങൾ. പക്ഷെ അത് പറയാൻ പോലും കൊള്ളില്ലാത്ത ചില വാക്കുകളാണ് ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. എങ്കിലും 1000-ലൊരംശം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഇളക്കം വന്നില്ല. കാരണം ഹൃദയത്തിൽ നല്ല ഒന്നാന്തരം പ്രാഗൽഭ്യമാണ്. എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്, രഹസ്യങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട്. അതാണ് നമ്മളുടെ പ്രാഗൽഭ്യം. ഞാനൊരു തെറ്റുമില്ലാത്തവനാണെന്നല്ല, പക്ഷെ ഇന്നത്തെ തീരുമാനം വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ ഉടമ്പടി വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. കുഷ്ഠമുണ്ടായിരുന്നു, തലകുനിച്ച് നടക്കേണ്ടി വന്നു. ഞെട്ടിപ്പിക്കുന്ന ചില പാപങ്ങളെല്ലാം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, കുനിഞ്ഞ് നടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുക്കൽ പോരെ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ ഭാരവും കർത്താവ് ഏറ്റെടുത്തു, സമാധാനം എനിക്ക് തന്നു. കൂനിയായ സ്ത്രീയെ നിവർന്ന് നടത്തുന്നതാക്കി. ഹല്ലേലൂയ. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടന്നു, മൗനമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ചിരി ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ മുഖം അങ്ങ് നിവർത്തി തന്നു. പാപങ്ങളെല്ലാം കഴുകി. അതുകൊണ്ട് ഞാൻ പരിശുദ്ധനായി തീർന്നു. ആളത്വം എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ. സ്വയവും പ്രശംസയും ലോകവും എല്ലാം എവിടെ കിടക്കുന്നു? ക്രൂശിലൊരു പരിഹാരമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നണില്ല. കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് അയ്യം വിളിച്ച് കിടക്കും. ഹല്ലേലൂയ. ഒരാശയുണ്ട്, ഒരു ധൈര്യമുണ്ട്, ഒരു ഉറപ്പെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് കർത്താവ് എന്തു പറഞ്ഞു? ദൈവത്തിൻ്റെ സ്തോത്രം. ആ കല്ലറയുടെ വാതിലൊന്ന് തുറക്കാൻ പറഞ്ഞു. എല്ലാം അറിയാവുന്ന മാർത്തയും സഹോദരിമാരും പറഞ്ഞു. മാർത്ത ചാടി പറഞ്ഞു, അയ്യോ കർത്താവ്, ഒരിക്കലും പാടില്ല. ഇന്ന് അകത്ത് കിടക്കണവൻ്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഇന്ന് അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ സഹോദരൻ്റെ സ്ഥിതി എന്നറിയാമോ? അത് കണ്ടിട്ട് കൈ ഇങ്ങനെ പോയി കാണും മാർത്തയുടെ. അയ്യോ കർത്താവ്, സ്വന്തം സഹോദരനാണ്, പക്ഷെ നാറ്റം വെച്ച് തുടങ്ങി. ചീഞ്ഞ് നാറി ഒരുമാതിരി വെളുത്ത പുഴു ശരീരത്തിലെ ദശ മുഴുവൻ ഇങ്ങനെ അളിഞ്ഞ് ചീഞ്ഞ് തിന്നുകൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തുറക്കുക എന്ന് പറയുന്ന വിഷയമല്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് തുറന്നാൽ മതി. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയൂ, ഹല്ലേലൂയ. ഇതാണ് കർത്താവ്. ഈ പ്രൊഫസർ C.M. മാത്യു എന്ന് പറയുന്നതായ ഈ സുവിശേഷ പ്രസംഗകൻ. മനുഷ്യന് കണ്ടാൽ ചിലപ്പോൾ എഴുന്നേക്കും, നല്ല ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് വെള്ളയൊക്കെ ഇട്ട് യോഗ്യനായി വേദവസമൊക്കെ പിടിച്ചോണ്ട് നടക്കും. അതൊക്കെ ആളുകളെ കൊണ്ട് ഇപ്പം മാനം പറഞ്ഞോട്ടെ. പക്ഷേ എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആരാണ്?
എൻ്റെ പ്രകൃതി എന്താണ്, എൻ്റെ ആളത്വം എന്താണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, എൻ്റെ വികാരങ്ങൾ എന്താണ്, എൻ്റെ കണ്ണിൻ്റെ നോട്ടം എന്താണ്, എൻ്റെ ചിന്ത എന്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പുറകോട്ട് മാറുകയാണ്. എനിക്ക് നിന്റെ അടുക്കൽ നിൽക്കാനായിട്ട് യോഗ്യതയില്ല. കാരണം ഈ ദുർഗന്ധം കൊണ്ട് നീ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. ഹല്ലേലൂയ. അങ്ങനെ അടിയൻ പുറകോട്ട് മാറുമ്പോഴും ഇരട്ടി സ്പീഡിൽ രക്തമാർന്നൊലിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിനെ ആണിപ്പെടുത്തല കരവുമായി വന്ന് പിടിച്ച് ഹല്ലേലൂയ രക്തത്താൽ കഴുകി മുക്കി സമ്പൂർണമായി വിശുദ്ധീകരിക്കും. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക. നടന്നോ ദൈവമക്കളെ, നടന്നോ. 11-ാം അധ്യായത്തിൽ ഈ ശബ്ദം, 12-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഒന്ന് പാപകുഷ്ഠം, 2 എന്താണ്? സൗരഭ്യം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ചീഞ്ഞ നാറി ദുർഗന്ധം അമിക്കുന്നവൻ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇതാ അവൻ പുറത്തുനിന്ന് വന്ന് നടക്കുന്നു യേശുക്രിസ്തുവിനോട് കൂടെ. ആ രംഗം നിങ്ങളൊന്ന് കണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളുകളെല്ലാം നോക്കുകയാണ്, ഇതാരാണ്? ഞങ്ങളെല്ലാം കൊണ്ട് അടക്കിയത്. 20 പേര് കൂടിയാൽ ഒരു കല്ലറയുടെ വാതിൽ ഇങ്ങനെ ഉരുട്ടി അടയ്ക്കാൻ പറ്റുകയുള്ളൂ. 20 പേര് വേണമെന്നാണ് പറയുന്നത്. അത്രമാത്രം കല്ലറയുടെ വാതിൽക്കലേക്ക് ഒരു വലിയ കല്ലിൻ്റെ വാതിൽ ഉരുട്ടിക്കൊണ്ടുപോയി അടയ്ക്കണമെങ്കിൽ ഇവരെല്ലാം നോക്കി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം ഇതിനകത്ത് വെച്ച വാതിലടച്ച് 4 ദിവസമായി. ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നു. ഞങ്ങളത് തുറന്നു കൊടുത്തു, ശരിയാണ്, ഞങ്ങൾ ഓടി മാറിപ്പോയി. ഇപ്പൊ ആളുകളെല്ലാം കൂടെ ഓടി വന്നു. കാരണം എന്താ? ലാസർ തേണ്ട അവിടെ നിൽക്കുന്നു, ജ്വലിച്ച് പ്രകാശിക്കുന്ന മാലാഖയെ പോലെ നിൽക്കുന്നു. ആരും ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ മുഖത്തേക്കല്ല, ലാസറിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ലാസറിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ ഇതിന് കാരണഭൂതനാരാ? ഹല്ലേലൂയ, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. 11-ാം അധ്യായത്തിലാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്. 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിച്ച്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസരോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ ദുർഗന്ധം, മൂക്ക് പൊത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ജീവിപ്പിക്കുന്ന ശുദ്ധീകരിക്കുന്ന ശക്തി ചീഞ്ഞ അഴുകി കിടക്കുന്ന കല്ലറയുടെ അകത്ത് പേര് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തെ അത്ഭുതകരമായി മാറ്റിമറിച്ചു. ദൈവത്തിന് ചീച്ചിൽ മാറിയെന്ന് മാത്രമല്ല, ജീവന്റെ ശക്തി വ്യാപരിച്ചു. ഞാൻ 100 വട്ടം വിശ്വസിക്കുന്നു, ഈ കൂട്ടായ്മയുടെ സർവസ്വമായ അതേ കല്ലറക്കൽ നിന്ന യേശു, ദൈവത്തിന് സ്തോത്രം, ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ പേരെന്ന് വിളിക്കണം കർത്താവേ. ഹല്ലേലൂയ, എൻ്റെ പേര് നിന്റെ നാവിൽ ഇപ്പോഴൊന്ന് വരണം. എൻ്റെ കർത്താവേ, നീ എൻ്റെ പേരെന്ന് പറഞ്ഞ് ഞാനും പറയുകയാണ്. ഏത് കൊടുമ്പാപിക്കും, ഏത് വേശ്യാവർത്തിക്കാരനും, മദ്യപാനിക്കും, കൊലപാതകനും, ഭ്രൂണഹത്യ നടത്തുന്നവർക്കും ഹല്ലേലൂയ മോചനത്തിന് ഹല്ലേലൂയ ആശയ്ക്ക് വകയുണ്ട്. കാരണം യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ചിലരെല്ലാം കല്ലറയിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് ചിലരെല്ലാം ചീഞ്ഞ അഴുകിയ ദുർഗന്ധമുള്ളവര് സൗരഭ്യമുള്ള വാസനയായി മാറണം. യേശുവിന്റെ മണമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അത് പ്രസംഗത്തിന്റെ ഭാഷാ ശൈലിയുടെ കേമം കൊണ്ടല്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. കാൽവരിൽ കത്തിയതായ സ്നേഹത്തിന്റെ തീയുടെ ജ്വാലയുടെ ദഹിപ്പിക്കുന്നതായ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചില പച്ചമുട്ടികൾ തീ പിടിക്കട്ടെ. ഇന്ന് ചില രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ഇന്ന് കല്ലറയിൽ ചീഞ്ഞു നാറി നാളുകളായി ജീവനിറ്റാത്തവരായി കിടന്നവരും ജീവനോട് എഴുന്നേറ്റ് വരട്ടെ. നരകതുല്യമായിരിക്കുന്ന ചില കൊടുകുമ്പങ്ങൾ സ്വർഗതുല്യമായ സുഗന്ധമണക്കുന്നതായി മാറട്ടെ. കുഞ്ഞാടിൻ രക്തം എന്നെ കഴുകി. ഞാൻ ഏറ്റവും വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന കൊടും പാപിയായിരുന്നു. പക്ഷേ രക്തത്തിന്റെ ശക്തി, അതാണ് എൻ്റെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച്, 7 കൂടെ വായിച്ച്, 38-7. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. വരൾച്ച നിറഞ്ഞ അരക്കെട്ട്, ലോസം ഡിസീസ് എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവത്തിന് ലോസം, LOATHSOME, ലോസം ഡിസീസ്, ജുഗുപ്സാവഹമായ രോഗം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പച്ച മലയാളത്തിൽ പറയാം, ലൈംഗികമായ വൃത്തികെട്ട പാപത്തിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞവർ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതാണ് ആൽബർട്ട് മോൺസൺ പറയുന്നത്. അര
അത് പല വിമർശനങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ലൈംഗികജന്യമായ പാപങ്ങൾ, സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ കാലത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കണം. അത് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമുള്ളവരെല്ലാം ചിന്തിച്ച് ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്കൊന്ന് തീരുമാനിക്കാമോ? ഐ വിൽ നെവർ ബി ദി സെയിം. അവിഹിതമായ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ബ്ലൂ ഫിലിം കാണുന്നവരാരെങ്കിലും ഉണ്ടോ? നോട്ടത്തിൽ അശുദ്ധി വെട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ചിന്താമണ്ഡലത്തിൽ ലൈംഗികമായ വികാരങ്ങളാൽ കറുത്തിരുണ്ട് പോയവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നൊന്ന് നിവർത്തട്ടെ കർത്താവ്, ഇന്നൊന്ന് കഴുകട്ടെ കർത്താവ്, ഇന്നൊന്ന് ശുദ്ധീകരിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മക്തന്റെ കാര്യം അറിയേ, നീ ചീത്തയായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ നിന്റെ മണവാളൻ ഞാനാണ്. ശമര്യക്കാരി സ്ത്രീ 5-6 പേർക്ക് ശരീരം ഇട്ടുകൊടുത്ത പാപിനിയായ സ്ത്രീ ആയിരുന്നില്ലേ? സെക്സ് സംബന്ധമായിട്ട് വളരെ വീക്കായിരുന്നില്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. 6 പേരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. ഒരാളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച ആരാണ്? ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ യേശുക്രിസ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? യേശു ഇവിടെ ഇല്ലേ? ഗിലെയാദിൽ തൈലമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തൈലത്തിന് ശക്തിയില്ലേ? നിനക്ക് പാവമില്ലേ? ഇന്ന് കർത്താവിന് പാവമോചന അധികാരമില്ലേ? നന്ദിയോടെ സ്തോത്രം. ജുബ്സാവകമായ സെക്സ് റിലേറ്റഡ് സിൻ, ലൈംഗികജന്യമായ പാപങ്ങളിൽ അശുദ്ധി പറ്റിയവർ, അത് ശരീരത്തിൽ മാത്രമല്ല, ചിന്തയിലും വികാരത്തിലും സ്വപ്നത്തിലും ഹല്ലേലൂയ നോട്ടത്തിലുമെല്ലാം എല്ലാ പാപങ്ങൾക്കും മോചനം ഒഴുകി വരുന്ന അനുഗ്രഹത്തിന് ദിവസമായി മാറട്ടെ. എല്ലാവരും ക്രൂശിൻ ചോട്ടിലേക്ക് വന്നോ. പാപം മാറുമ്പോൾ രോഗം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂനിയവർ ഇന്ന് എഴുന്നേൽക്കണം. ഇന്നെല്ലാവരും ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ചീഞ്ഞഴുകി കിടക്കുന്ന ലാസറൻ കർത്താവിനോട് കൂടെ സ്വന്തം വീട്ടിലേക്ക് ചെന്ന് സൗരഭം വരുന്നവരുടെ മധ്യത്തിൽ നിന്നതുപോലെ ഇന്ന് നിങ്ങളെല്ലാവരും അങ്ങനെ എഴുന്നേക്കുമോ? അതിന് സ്വർഗത്തിലെ ദൈവകൃപ തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒന്ന് കരുണ തോന്നണം കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ സംസാരം നിർത്തിയാൽ നിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപാരം രക്തം ഗുണകരമായി അങ്ങ് സംസാരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. എനിക്കും ഈ മക്കൾക്കും വേണ്ടി രക്തം ഗുണകരമായി സംസാരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോചനമാണ് ഒഴുകി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്താംബരം ഹിമം പോലെ വെളുക്കുകയാണ്. ഇന്ന് കൊടും പാപികളുടെ മാനസാന്തരത്തിന്റെ ഹല്ലേലൂയ സ്വർഗീയ ദിവസമാണ്. ഓ, ചീഞ്ഞഴുകി കിടക്കുന്നവൻ ജീവൻ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകളെ, മകനെ, മേലാൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് ചോദിക്കാതെ എനിക്ക് നിർത്താൻ പറ്റണില്ല. ഹല്ലേലൂയ. ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ഒരു മറുപടി പറയാൻ ആരെല്ലാം തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഇല്ല കർത്താവേ, ഇനി മനസ്സറിഞ്ഞ എൻ്റെ പാപത്തിലേക്ക് ഇല്ല. യേശുവിൻ്റെ മണമുള്ള ഒരു വിശുദ്ധ പൈതലായി ഞാൻ ജീവിക്കുമെന്ന് വ്യക്തമായ തീരുമാനമുള്ളവരും ഉറപ്പുള്ളവരും നിർണയമുള്ളവരും മാത്രം ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഗന്ധം മണകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുപോയ ദീപങ്ങൾ കത്തുകയാണ്. ഹല്ലേലൂയ. മരിച്ചവർ ജീവിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.